ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്കേവർക്കും അവസരം നൽകിയല്ലോ. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേകമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം വായിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം 108 സങ്കീർത്തനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 107 അതുകൊണ്ട് എല്ലാവർക്കും എഴുന്നേറ്റ് 107 സങ്കീർത്തനം ഒരുമിച്ച് വായിക്കാം. വാക്യപ്രതിവാക്യമായിട്ടല്ല, ഒരുമിച്ച് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവിൻ, ഞാൻ അതികാലത്തെ ഉണരും. ഹോവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും. നിന്റെ ദയാകാശത്തിനു മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിക്ക് മീതെ തന്നെ. നിനക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടേണ്ടതിന് നിന്റെ വലയകം കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം പറയണമേ. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സൂക്കോത്താഴ് വരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളതും മനശ്ശയും എനിക്കുള്ളത്. എഫ്രൈം എൻ്റെ തലപ്പോരുകയും യഹൂദ എൻ്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരിപ്പറിയും. ഫിലിസ്തീൻ ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പാരനേ. നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പാരനേ. സ്വർഗപിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തന്ന വിടുതലിനും കരുണയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാഥ, ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു. എന്നാൽ ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിന്റെ അളവറ്റ കരുണയിൽ ഞങ്ങൾ ഇന്ന് പകലിൽ ആശ്രയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോന്നിൻ്റെ മക്കളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വരാനാഗ്രഹിച്ചും യാത്രയിലായിരിക്കുന്നവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവശരായി ഭവനത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. നീ അവരെ കാത്തുകൊള്ളണം, സൗഖ്യമാക്കണം, വിടുവിക്കണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കി തീർക്കണം. ഈ സങ്കീർത്തനത്തിൽ നീയോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വിലയേറിയ പകൽക്കാലത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 108 സങ്കീർത്തനം വളരെ പ്രസിദ്ധമാകാനുള്ള കാരണം ഇത് ഇരട്ട സങ്കീർത്തനത്തിലൊന്നാണ്. സങ്കീർത്തനങ്ങളിൽ ഇരട്ടകളായിട്ട് 3 സങ്കീർത്തനങ്ങളുണ്ട്. 14 സങ്കീർത്തനം, 15 സങ്കീർത്തനം, 60 സങ്കീർത്തനം. 60 സങ്കീർത്തനത്തിൻ്റെ കൂട്ടുകാരനാണ് 108 എന്ന് പറഞ്ഞാൽ 14 53, 15 23, 60 108. അപ്പോൾ നാം ഈ 108 സങ്കീർത്തനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 1-2 വാക്കുകളിൽ മാത്രമേ പരസ്പര വ്യത്യാസമുള്ളൂ. ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരട്ടകളെ നമുക്ക് മറക്കാൻ പറ്റൂല. ഒരേ സ്വഭാവമാണ്. ജനനം കൊണ്ട് ഒരേ സ്വഭാവമാണ്. പ്രവൃത്തി കൊണ്ടും അതുപോലെ സ്വഭാവങ്ങളിലും എല്ലാത്തിലും അവർ വ്യത്യസ്തരായിരിക്കുന്നു. അതിൽ തന്നെ ആദ്യം പ്രസവിച്ചവർ
എന്തായിരിക്കും പറഞ്ഞേ? പ്രൈസ് ലോർഡ്. മൂത്തതും യാക്കോബ് യേശാവ്, അങ്ങനല്ലേ? പ്രൈസ് ലോർഡ്. യാക്കോബാണോ യേശാവാണോ മൂത്തത്? പറഞ്ഞു. യേശാവാണ്. യേശാവാണ്. പ്രൈസ് ലോർഡ്. യാക്കോബാണ് പ്രവൃത്തിയിലവൻ മൂത്തവനെന്ന് നമുക്ക് തോന്നും. വില്ലൻ അവനാണ്. ഇതുപോലെയാണ് ജനിച്ച കുട്ടികളിൽ മിക്ക പേരും തുല്യരാണെങ്കിലും പ്രസവ ദിവസം ഒരു ദിവസമാണെങ്കിലും മുമ്പേ അവൻ ഈ ലോകം കണ്ടതുകൊണ്ട് അവൻ മൂത്തവനായിട്ട് എണ്ണി. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഈ സങ്കീർത്തനത്തിലും അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 14 സങ്കീർത്തനത്തിന് 53 സങ്കീർത്തനത്തോട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ 15 സങ്കീർത്തനത്തിന് 24 സങ്കീർത്തനത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് 60 സങ്കീർത്തനവും 108. പ്രൈസ് ദി ലോർഡ്. 108 സങ്കീർത്തനത്തിൽ പ്രൈസ് ദി ലോർഡ് അവിടെ അതിൻ്റെ ഹെഡിങ്ങാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. 60 സങ്കീർത്തനം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ദാവീദ് രാജാവ് ഉപ്പ് താഴ്വരയിൽ വെച്ച് 12,000 പേരെ, സംഖ്യയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായമാണ് 8-ാം അധ്യായമാണ് അതിനാധാരം. അവിടെ 2 സംഖ്യകൾ കാണാനായിട്ട് കഴിയും. 18,000 പേരും പിന്നെ 12,000 പേരും. വ്യത്യാസമുണ്ട്. എത്ര എണ്ണത്തിനെ കൊന്നു എന്ന അല്ല പുതിയ നിയമത്തിലെ ചിന്ത, എത്ര പേരെ ജീവിപ്പിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്.